ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഒടുവിൽ മൂന്നാമത്തെ പീഡന പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്തു. അപ്പോൾ ഇതൊക്കെ എല്ലാവരും കാണുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ പല നാളിൽ കള്ളൻ ഒരു നാളിൽ പിടിക്കപ്പെടും. ഒടുവിൽ പിടി വീണു, ഒടുവിൽ പെണ്ണുപിടിയനകത്തായി, ഒടുവിൽ റേപ്പിസ്റ്റ് അകത്തായി തുടങ്ങിയ കമന്റുകളും വാർത്തകളും ഒക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പീഡനം എന്ന് പറയുന്നത് ഒരു സ്ത്രീയെ മാനസികമായും ശാരീരികമായും ഉപദ്രവിക്കുക എന്നുള്ളതാണ്. സ്വമനസ്സാലെ രണ്ടുപേരും കൂടി ചെയ്യുന്ന ഒരു സാധനം പിന്നീട് അതിനെ പീഡനം എന്ന് പറഞ്ഞ് ആക്ഷേപിക്കരുതെന്നൊക്കെ പറഞ്ഞ് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത് ശരിയോ തെറ്റോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. പക്ഷെ ഈ സ്ത്രീകൾ എന്തിനാണ് ഈ ഹോട്ടൽ റൂമിലേക്ക് വിളിച്ചപ്പോഴായാലും പല അവസരങ്ങളിലും, അതായത് ഇപ്പം റിലേഷൻഷിപ്പിലാണെങ്കിൽ പോലും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടത് തുല്യ മനസ്സോടെയാണ്. കല്യാണം കഴിക്കാമെന്ന വാഗ്ദാനം നൽകിയിട്ടുണ്ടെങ്കിൽ അതിനുശേഷം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ പോവുക. അതിനു മുന്നേ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു, അതൊരു കുഞ്ഞുണ്ടാവുന്നു, അതിനെ അബോർഷൻ ചെയ്യാൻ വേണ്ടി ഭീഷണിപ്പെടുത്തുന്നു, ശാരീരികമായും മാനസികമായും ഒരുപാട് ബുദ്ധിമുട്ടിച്ചു. ആ ശാരീരികമായി ബുദ്ധിമുട്ടിച്ച സമയത്തെ രാഹുലിനെതിരെ നിങ്ങൾ പരാതി കൊടുക്കേണ്ടതല്ലേ? പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിനോട്, താങ്കൾ ഒരു ജനപ്രതിനിധിയല്ലേ? താങ്കൾ ഇത്രയും ഒരു കോഴി എന്നൊക്കെ പറഞ്ഞാൽ കോഴിയേക്കും കൂടി അത് ചീത്തപ്പേരാവുമെന്ന് എനിക്ക് തോന്നുന്നു. ഇത്രയും വൃത്തികെട്ട രീതിയിലൊക്കെ ഈ ഡീലിങ്സ് നടത്തിയതിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. എങ്കിലും പുരുഷന്റെ സ്വകാര്യതയും മാന്യതയും അതുപോലെ തന്നെ പുരുഷന്റെ കുടുംബത്തിനുണ്ടാകുന്ന മോശത്തരങ്ങളും ഒക്കെ ഞാൻ മാനിക്കുന്നു. പീഡിപ്പിച്ചത് എന്ന് പറയുന്ന ഒരു വാക്കിവിടെ തെറ്റാണ്. പക്ഷേ രാഹുൽ ചെയ്ത വിവാഹ വാഗ്ദാനം ചെയ്ത ചതി, വഞ്ചന, അത് തെളിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.